ഗുഡ് മോർണിംഗ് എവ്രി വൺ. എൻ്റെ പേര് ഫാത്മ സാറ. ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കുന്നത് മഹാനായ ഇസ്ലാമിക പണ്ഡിതനെ കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ പേര് അബുൽ ആല മൗദൂദി. 1903 ഹൈദരാബാദിൽ ജനിച്ചു. ചിന്തകൻ, എഴുത്തുകാരൻ, പണ്ഡിതൻ, സംഘാടക നേതാവ് എന്ന നിലയിൽ പ്രസിദ്ധനായിരുന്നു. ഇസ്ലാമിക മൂല്യങ്ങളിലൂടെ സമൂഹത്തെ ഉന്നതിയിലേക്ക് നയിക്കാൻ അദ്ദേഹം ജീവിതം മുഴുവൻ പ്രയത്നിച്ചു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. പ്രധാന ആശയങ്ങൾ. ഇസ്ലാമിൻ്റെ ലക്ഷ്യം ആത്മാവിനെയും സമൂഹത്തെയും ശുദ്ധമാക്കലാണ്. ഇബാദത്ത്, തഖ്വ, സത്യസന്ധത തുടങ്ങിയ മൂല്യങ്ങൾ മനുഷ്യനെ ആത്മീയമായി ഉയർത്തും. ജീവിതത്തിലെ എല്ലാ മേഖലയിലും നൈതികത പ്രതിഫലിക്കണം. അതില്ലാത്ത സമൂഹം തകർച്ചയിലാണ്. സാമൂഹ്യ സേവനം. സമൂഹത്തെ മാറ്റാൻ വിദ്യാഭ്യാസം ശക്തമായ ആയുധം എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം യുവജനങ്ങളുടെ ഇടയിൽ അതിനു വേണ്ടി പ്രബോധനം നടത്തി. അനീതിയും അഴിമതിക്കുമെതിരെ ശബ്ദമുയർത്തി. സാമൂഹ്യ നിർമ്മാണത്തിൽ സ്ത്രീകൾക്കും പങ്ക് വേണമെന്ന് അദ്ദേഹം വാദിച്ചു. രാഷ്ട്രീയം. ഇസ്ലാമിക രാഷ്ട്രീയ വ്യവസ്ഥയെക്കുറിച്ച് പഠിച്ച അദ്ദേഹം ഇസ്ലാമിക ഭരണ സംവിധാനത്തെയും പാശ്ചാത്യ ജനാധിപത്യത്തെയും താരതമ്യപ്പെടുത്തി പഠനം നടത്തി. ഇസ്ലാം ഒരു സമ്പൂർണ്ണ ജീവിത രീതി എന്ന ആശയം സാമൂഹ്യ രാഷ്ട്രീയ ചിന്തകളിൽ അവതരിപ്പിച്ചു. സംഘടിത ജീവിതത്തെ ഊന്നി അദ്ദേഹം ജമാഅത്ത് ഇസ്ലാമി എന്ന ഇസ്ലാമിക പ്രസ്ഥാനം രൂപീകരിച്ചു. പ്രചോദനം. ജമാഅത്ത് ഇസ്ലാമിയെ മതസൗഹാർദ്ദപരമായും ഇസ്ലാമിൻ്റെ ഊഷ്മളതയെ ഇതര മതവിഭാഗങ്ങൾക്ക് എത്തിക്കുന്നു എന്നതുകൊണ്ടുമാണ് ഈ വിഷയം തിരഞ്ഞെടുക്കാൻ എന്നെ സ്വാധീനിച്ചത്. ജമാഅത്ത് ഇസ്ലാമി എല്ലാവരോടും സൗഹാർദ്ദവും സ്നേഹവും കാണിക്കുന്ന ഒരു സംഘടനയാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. വ്യക്തമായ ഒരു ആശയധാര പിൻപറ്റുന്ന ഈ പ്രസ്ഥാനം ഇസ്ലാമിനെ സമ്പൂർണ്ണ ജീവിത രീതി എന്ന നിലയിൽ പരിചയപ്പെടുത്തുന്നു. മൗലാന മൗദൂദിയുടെ വീക്ഷണപ്രകാരം സമൂഹത്തെ നന്മയിലേക്കും നീതിയിലേക്കും നയിക്കുന്നതാണ് അതിൻ്റെ കാലോചിതമായ രീതി. വിദ്യാർത്ഥികൾക്കും യുവസമൂഹങ്ങൾക്കും ധാർമ്മിക മൂല്യങ്ങൾ പകർന്നു നൽകുന്നു. നാളെയുടെ നല്ല പൗരന്മാരെ വാർത്തെടുക്കുന്നതാണ് ഈ ദൗത്യം. ഇതാണ് എന്നെ ഏറെ ആകർഷിച്ച കാര്യം. ചുരുക്കം. ഭരണത്തിൽ ജനങ്ങളോടുള്ള നീതിയും ഉത്തരവാദിത്വം അത്യാവശ്യമാണ്. അധികാരം ജനങ്ങൾക്ക് ചേർന്നതും എല്ലാവരുടെയും ക്ഷേമത്തിനുമാകണം. സമ്പത്ത് സമൂഹത്തിൻ്റെ പുരോഗതിക്കും ആവശ്യക്കാരുടെ സഹായത്തിനും ആകണം. സമ്പത്തിൻ്റെ ഉടമ അല്ലാഹുവാണ്. വിദ്യാഭ്യാസം മനുഷ്യൻ്റെ സ്വഭാവവും സംസ്കാരവും രൂപപ്പെടുത്തുന്നു.